മഹാലക്ഷ്മി സീരിയലിൻ്റെ നാളത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എത്രയും പെട്ടെന്ന് മുത്തശ്ശിയും പ്രതാപനും ലാട വൈദ്യനെ കണ്ട് മറുമരുന്ന് മേടിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറെ കയറി കാണുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു, കുട്ടിയുടെ കണ്ടീഷൻ ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സൗകര്യമുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ പറ്റുമോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, ഒരു പ്രശ്നവുമില്ല, മറുമരുന്ന് കിട്ടി, ഈ മറുമരുന്ന് കൊടുത്താൽ മതിയെന്ന്. മറുമരുന്നോ? അതെന്താ നിങ്ങൾ പറയുന്നേ എന്ന് ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം മോളുടെ അമ്മയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആഘോഷത്തിനിടയ്ക്ക് ഒരു വൈദ്യർ തന്ന മരുന്ന് അല്പം പായസത്തിൽ കലർത്തി കുടിച്ചു. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു വൈദ്യർ ഒരു മരുന്ന് തന്നിരുന്നു. അതൊരല്പം മാത്രമേ ആഹാരത്തിൽ കലർത്തി കഴിക്കാൻ പാടുള്ളായിരുന്നു. മോൾക്കത് അറിയാതെ ഞങ്ങളെ ഒന്നും കാണിക്കാതെ ഒരല്പം കൂടുതലിട്ട് കഴിച്ചു പോയി. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. ഇതിനുള്ള മറുമരുന്ന് ആ വൈദ്യർ തന്നെ തന്നിട്ടുണ്ട്. ആ മറുമരുന്ന് ചെല്ലുന്ന താമസമേ ഉള്ളൂ. മോളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ആകെ കലിതുള്ളി മുത്തശ്ശിയും പ്രതാപനെയും കണക്കിന് കൊടുക്കുന്നുണ്ട്. ഏതാ ആ ലാടവൈദ്യൻ എന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നു, മുരുകനായാലും കൊള്ളാം, ശരവണനായാലും കൊള്ളാം, അമ്മയും കുഞ്ഞിനെയും ഞാൻ കൊന്നു എന്നുള്ള പേര് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഓരോന്നും ഇങ്ങനെ പറയുന്നേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ആ ഐസിയിൽ കയറാൻ അനുവദിച്ചാൽ മതി, ഈ മരുന്ന് ഞാൻ തന്നെ കൊടുത്തോളാം. അതൊക്കെ കേട്ടിട്ട് മറുമരുന്ന് കൊടുക്കാത്തതിൻ്റെ പേര് ആ പെൺകുട്ടിയുടെ ജീവനും കൂടി നഷ്ടമാകണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഡോക്ടറാണെങ്കിൽ അവർ കൊണ്ടുവന്ന ആ മറുമരുന്ന് ചൂടുവെള്ളത്തിൽ കലർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കരുണയുടെ ജീവൻ എങ്ങനെയൊക്കെയോ തിരികെ കിട്ടി. പുറത്തു വരുമ്പോഴത്തേക്കും മുത്തശ്ശിയോടും പ്രതാപനോടും ഉണ്ണിയോടും പറയുന്നുണ്ട്, ഈ വിവരം എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കേണ്ടതാ. നിങ്ങൾ ആ പെൺകുട്ടിയെ കൊല്ലാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ പറയുന്നു, ഇവർ ചെയ്ത ഈ കാര്യങ്ങളൊന്നും എനിക്കറിവില്ലായിരുന്നു. അന്നേരം ഡോക്ടർ ഉണ്ണിയോട് ചോദിക്കുന്നു, നിനക്കൊന്നും അറിവില്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടുന്നത് നീ തന്നെയായിരുന്നു. ആ ചോദ്യത്തിൽ ഉണ്ണിയുടെ വായടങ്ങുന്നുണ്ട്. ഡോക്ടർ പോയതിന് ശേഷം താൻ മാന്യനാണെന്നുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോൾ പ്രതാപൻ നിയന്ത്രണം വിട്ട് ഉണ്ണിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. നിന്നെ ആ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്തിരുത്തി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഓരോ ചെയ്ത്താണ് ഞങ്ങൾക്ക് തന്നെ വിനയായത്. എന്നിട്ട് നീ മാന്യനാകുന്നോ? ഇവനെപ്പോലൊരു കഴിവ് കേട്ടവനെ കെട്ടിയതിന് ശേഷം എൻ്റെ കുഞ്ഞ് സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ആ കുഞ്ഞിൻ്റെ സന്തോഷവും ജീവിതവും എല്ലാം പോയി എന്ന് മുത്തശ്ശി. ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കരുണയെ കയറി കാണാമെന്ന് ഡോക്ടർ പറഞ്ഞതും പ്രകാരം പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ കയറി കണ്ടാൽ മതി, ഈ അവസ്ഥയിൽ കിടക്കുന്ന മോളെ കാണാനുള്ള ത്രാണി എനിക്കില്ല. ഈ അവസ്ഥയിൽ കിടക്കുന്ന അവളെ കയറി കാണുമ്പം അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയെന്ന് അവൾ എന്നോട് ചോദിക്കത്തില്ലേ, ഞാൻ എന്ത് ഉത്തരം അതിന് പറയും? കുഞ്ഞിനൊരു അബദ്ധം സംഭവിച്ചില്ലെന്ന് അമ്മ അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായാലും അവൾ അറിയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം, ഇപ്പം തന്നെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെയും കൂടി കൊല്ലാനാണോ അമ്മയുടെ ഉദ്ദേശമെന്ന് പ്രതാപനും ചോദിക്കുന്നു. ഒടുവിൽ ധർമ്മസങ്കടത്തിലായി മുത്തശ്ശി അകത്തേക്ക് കയറി ചെല്ലുമ്പം കരുണയെ വിളിക്കണമെന്നുണ്ട്, എന്നാൽ വിളിക്കാനും പറ്റുന്നില്ല. മെല്ലെ കണ്ണ് തുറക്കുന്ന കരുണ മുത്തശ്ശിയെ കണ്ട് സന്തോഷിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് എന്താ ശരിക്കും പറ്റിയത്? ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി കിടക്കുന്നത്? എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? അതൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശിക്കാണെങ്കിൽ വെപ്രാളം വരുന്നുണ്ട്. മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ മുത്തശ്ശി, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? അത് മോളുടെ കുഞ്ഞിന് യാതൊരു ആപത്ത് സംഭവിച്ചിട്ടില്ലെന്ന് കള്ളം പറയുന്നുണ്ട്. പിന്നെയും കരുണ ഓരോന്നും ചോദിക്കാൻ വരുമ്പോൾ മുത്തശ്ശി പറയുന്നു, മോൾ അധികം സംസാരിച്ച് ശരീരം ഒലയ്ക്കണ്ട, വയ്യാതെ കിടക്കുമല്ലേ, റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുന്ന സമയത്തും മുത്തശ്ശി പൊട്ടിക്കരയുന്നുണ്ട്. അത് കണ്ടിട്ടേ കരുണയ്ക്ക് എന്തോ സംശയം തോന്നുന്നു. അങ്ങനെ ഒടുക്കം ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് വഴി കരുണ അറിയുന്നുണ്ട് കരുണയുടെ കുഞ്ഞ് നഷ്ടമായെന്ന്. അത് കേട്ട് അലറി വിളിച്ച് കയ്യിലിട്ടിരുന്ന ട്രിപ്പിൻ്റെ സൂചിയൊക്കെ വലിച്ചെറിയുന്നു, പൊട്ടിക്കരയുന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ ശബ്ദം കേട്ട് അകത്തേക്ക് ഓടി വരുന്നുണ്ട് ഡോക്ടറും മുത്തശ്ശിയും പ്രതാപനും. അവർക്ക് ആർക്കും കരുണയെ സമാധാനിപ്പിക്കാനാകുന്നില്ല. അങ്ങനെ കരുണയുടെ വിഷമം കണ്ട് പ്രതാപന് ചങ്ക് പൊട്ടുന്നു. എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി ചേർന്ന് കൊന്നു അല്ലേന്ന് ചോദിച്ച് കരുണ പിച്ചും പേയും പറയുന്നുണ്ട്. ആ കലിയോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രതാപൻ നേരെ കരുണാലയത്തിലേക്ക് പോകുന്നുണ്ട്, മോഹിനിയെ കൊന്നു തള്ളാൻ വേണ്ടി. എന്നാൽ കരുണാലയത്തിൽ ആ സമയത്ത് മഹാലക്ഷ്മി ഉണ്ടായിരുന്നു. ഓടി വന്ന് മോഹിനി അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, നിനക്കറിയാം, നീയാണോ എൻ്റെ കുഞ്ഞിന് വിഷം കൊടുത്തേ, സത്യം പറയടിയെന്ന് പറഞ്ഞുകൊണ്ട് പൊതിരെ തല്ലുന്ന സമയത്ത്, തൊട്ടുപോകരുത് എൻ്റെ അമ്മേ, സത്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന് മഹാലക്ഷ്മി പറയുന്നു. അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കരുണയും മറച്ചു വെച്ച ആ രഹസ്യം മഹാലക്ഷ്മിയും കണ്ണനും മനസ്സിലാക്കുന്നുണ്ട്. അതായത് കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് ഒരുക്കിയ കെണിയിൽ കരുണ ചെന്ന് ചാടിയതാണ്.
കാരണം മഹാലക്ഷ്മി കഴിപ്പിച്ച പായസം മുത്തശ്ശിയും കരുണയും കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പാതി മോഹിനിയമ്മയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കും എല്ലാവർക്കും വീതിച്ച് കൊടുത്തതിന് ശേഷം 2 പാത്രത്തിലാക്കി പായസം മാറ്റി. ഒരു പാത്രത്തിൽ കരുണയ്ക്കായി ഫ്രിഡ്ജിലേക്കും മറ്റൊരു പാത്രത്തിൽ കണ്ണനും മഹാലക്ഷ്മിക്കുമായിട്ട് വിഷമരുന്ന് കലർത്തി മാറ്റി വെച്ചിരുന്നു. എന്നാൽ ഫ്രിഡ്ജിലിരിക്കുന്ന പായസമാണ് കണ്ണനും മഹാലക്ഷ്മി എടുത്ത് കുടിച്ചത്. തണുത്ത പായസം കുടിക്കണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പേര് ആ പായസം മാറിയെടുത്ത കാര്യം കരുണയും മുത്തശ്ശിയൊന്നും അറിഞ്ഞിരുന്നില്ല. കരുണയുടെ പായസം എടുത്തതിന് മറുപകരം കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ പായസം അതിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ ഊഹിക്കാം വിഷമരുന്ന് കലർത്തിയ പായസം തങ്ങളെ ഉദ്ദേശിച്ച് തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. പായസത്തിൽ വിഷം കലർത്തിയത് ആരാണെന്ന് മഹാലക്ഷ്മി പ്രതാപനോട് ചോദിക്കുമ്പോൾ അത് എന്നോടാണോടി ചോദിക്കേണ്ടതെന്ന് പ്രതാപനും അലറി വിളിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ആളാവാനൊന്നും നോക്കണ്ട. ആളാവാൻ നോക്കിക്കഴിഞ്ഞാൽ പല ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. ഇപ്പം മകളുടെ കുഞ്ഞ് നഷ്ടമായി. കൂടുതൽ ആളായിക്കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും മോഹിനിയമ്മയും മറച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം പുറത്തുവിടും. അതായത് കണ്ണൻ്റെയും ഉണ്ണിയുടെയും മഞ്ജുവിൻ്റെയൊക്കെ അച്ഛനെ കൊന്നത് മറ്റാരുമല്ല, പ്രതാപനാണ്. വാമദേവൻ പറഞ്ഞിട്ട് പ്രതാപനല്ലായിരുന്നോ ആ ലോറി ഓടിച്ച് കണ്ണൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് കയറ്റിയതും അതിനെ തുടർന്ന് വീൽ ചെയറിലായതാണ് നമ്മുടെ കണ്ണൻ. ഈ സമയത്ത് ആ ഒരു സത്യം കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെ കൊന്ന ഒരുവൻ്റെ മകളെ തനിക്കിനി വേണ്ടെന്നും പറഞ്ഞ് ഉണ്ണി കരുണയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ സമനില തെറ്റിയിരിക്കുന്ന കരുണയുടെ ജീവിതം മുഴുവട്ടിലേക്ക് പോകും. മാത്രമല്ല കണ്ണനും ഉണ്ണിയും മഞ്ജുവും ദുർഗാമ്മയൊന്നും തന്നെ വെച്ചേക്കത്തില്ല എന്നുള്ള കാര്യവും പ്രതാപൻ അറിയാം. രഹസ്യങ്ങളുടെ കലവറയല്ലേ മഹാലക്ഷ്മിയും മോഹിനിയമ്മയെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരെ വെറുപ്പിക്കാനും പ്രതാപനെയും കൊണ്ടാകില്ല. മഹാലക്ഷ്മിയുടെ ഈ താക്കീതിൽ പ്രതാപൻ ഒതുങ്ങുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. എന്തായാലും പ്രതാപൻ ഒതുങ്ങിയാലും മുത്തശ്ശി ഒതുങ്ങാൻ പോകുന്നില്ല.